ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഉസൂലു സലാസയാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വിജ്ഞാനങ്ങൾ. അതിലാദ്യത്തെ ചോദ്യം മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ആണ് എന്ന് മറുപടി കഴിയണമെങ്കിൽ അള്ളാഹു ആരാണ് എന്നറിയണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം അള്ളാഹു ആരാണ് എന്നറിയാനുള്ള വിജ്ഞാനങ്ങളാണ് നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടെ വിശദീകരണമാണ്. ഫമൻ സറഫ ഷയ്യം മിൻഹ ലിഗൈരില്ലാഹി ഫഹുവ മുശ്രിക്കുൻ കാഫിറുൻ വദ്ദലീലു ഖൗലുഹു തആല വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. വഫിൽ ഹദീസി അദ്ദുആഉ മുഖുൽ ഇബാദ വദ്ദലീലു ഖൗലുഹു തആല വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹു അല്ലാത്തതിനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു മുശ്രിക്കാണ്, ബഹുദൈവാരാധകൻ, കാഫിറാണ്, അവിശ്വാസി. ഇതിനുള്ള തെളിവാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ ദുആ ചെയ്താൽ, ആർക്കും ദുആ ചെയ്താൽ അവനതിന് യാതൊരു തെളിവുമില്ല. അവൻ്റെ വിചാരണ അവൻ്റെ റബ്ബിലാണ്. തീർച്ചയായും അവിശ്വാസികൾ വിജയിക്കുകയില്ല. സൂറത്തുൽ മുഅ്മിനീൻ 23-ാം അധ്യായം 117-ാം വചനം. ഹദീസിൽ വന്നത് പ്രാർത്ഥന, ദുആ, അത് ആരാധനയുടെ മജ്ജയാണ്. ഇതിനുള്ള തെളിവ് അള്ളാഹു പറഞ്ഞു, നിൻ്റെ റബ്ബ് പറഞ്ഞു, എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിനക്ക് നിൻ്റെ ദുആക്ക് ഉത്തരം നൽകും. തീർച്ചയായും ആര് എന്നെ ആരാധിക്കുന്നതിൽ അഹങ്കാരം കാണിക്കുന്നുവോ തീർച്ചയായും അവൻ നിന്ദ്യനായി നരകത്തിൽ പ്രവേശിക്കും. ഇത് സൂറത്തുൽ ഗാഫിറിലെ 40-ാം അധ്യായം 60-ാം വചനം. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ള പറയുന്നു, നിൻ്റെ റബ്ബ് പറഞ്ഞു, അതിനർത്ഥം നിൻ്റെ റബ്ബ് കൽപ്പിച്ചു. റബ്ബ് പറഞ്ഞു, കൽപ്പിച്ചു. ഉദ്ഊനി, ഇത് കൽപ്പനയാണ്, എന്നോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അസ്തജിബ് ലക്കും, ഞാൻ നിനക്ക് ഉത്തരം നൽകും. സൂറത്ത് ഗാഫിറിലെ 40-ാം അധ്യായം 60-ാം വചനം. അപ്പോൾ അള്ളാഹു കൽപ്പിക്കുകയാണ് അവനോട് ദുആ ചെയ്യാൻ. അങ്ങനെ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവൻ ഉത്തരം നൽകുമെന്ന്. ഇത് അവൻ്റെ കാരുണ്യമാണ്. കാരണം അവൻ ധന്യനാണ്. അവന് നമ്മുടെ ദുആ ആവശ്യമില്ല, എന്നാൽ നമുക്കാണ് അവനോട് ദുആ ചെയ്യാനുള്ള ആവശ്യമുള്ളത്. അതുകൊണ്ട് അവൻ നമ്മോട് കൽപ്പിക്കുകയാണ് നമുക്കെന്താണ് ആവശ്യം, നമ്മളെ തിരുത്താൻ, നമ്മളെ ശരിയാക്കാൻ. അവനെ കോപിക്കുന്നു നമ്മൾ അവനോട് ദുആ ചെയ്യുന്നത്, അവനോട് ചോദിക്കുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം സൃഷ്ടികളുടെ കാര്യമോ, സൃഷ്ടിക്ക് കോപം വരാൻ നമ്മൾ ആ സൃഷ്ടിയോട് ചോദിക്കുമ്പോഴാണ്. പക്ഷെ അള്ളാഹുവിന് കോപം വരാൻ നമ്മൾ ചോദിക്കാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരു കവി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു യഗ്ദിബു ഇൻ തറക്ത സുആലഹു വ ബനി ആദമ ഹീന യുസ്അലു യഗ്ദിബു. അള്ളാഹു കോപിക്കുന്നു അവനോട് ചോദിക്കുന്നത് ഉപേക്ഷിക്കുമ്പോൾ. ആദമിൻ്റെ മകൻ കോപിക്കുന്നു അവനോട് ചോദിക്കപ്പെട്ടാൽ. മറ്റൊരു കവി പറഞ്ഞു, ഫലൗ സുഇലൻ നാസു അത്തുറാബ ല അഷക്കു ഇദാ ഖീല ഹാത്തു അൻ യമല്ലു വയംനൗ. ജനങ്ങളോട് മണ്ണിനെ കുറിച്ച് ചോദിച്ചാൽ അവർ അസ്വസ്ഥരാകും, അങ്ങനെ അത് തടസ്സപ്പെടുത്തും. ജനങ്ങൾ 3 ഇനങ്ങളിലുണ്ട്. ആദ്യത്തെ ഇനം, അവൻ അള്ളാഹുവിനോടല്ല ദുആ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയേയില്ല. കാരണം അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ
അഹങ്കാരം കാണിക്കുന്നവനാണ്. രണ്ടാമത്തെ ഇനം അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അതിൻ്റെ കൂടെ മറ്റുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിൻ്റെ കൂടെ, അവനൊരു മുശ്രിക്കാണ്. മൂന്നാമത്തെ ഇനം അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ദുആ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ്, അവനാണ് മുവഹിദ്, തൗഹീദുള്ളവൻ, ഏകദൈവ വിശ്വാസി, സത്യമായ ഏകദൈവ വിശ്വാസി. ഹദീസിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ മുഖുൽ ഇബാദ, ദുആ ആരാധനയുടെ മജ്ജയാണ്, അതിൻ്റെ സത്തയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ആരാധന ദുആ ആരാധനയാണ്. മറ്റൊരു ഹദീസിൽ വന്ന് ഇത് ദുആയുടെ മഹത്വമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ദുആയുടെ ഏറ്റവും മഹത്തരമായ ആരാധനയുടെ ഏറ്റവും മഹത്തരമായതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ആരാധനയുടെ മജ്ജയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുആ ആരാധനയാണ്. ഈ രണ്ടാമത്തെ ഹദീസ് ദുആ ആരാധനയാണ് എന്ന് പറഞ്ഞതാണ് ദുആ ആരാധനയുടെ മജ്ജ എന്ന് പറഞ്ഞതിനേക്കാൾ സഹീഹ്. ഏതായാലും രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് ഹദീസുകളും ദുആയുടെ മഹത്വമാണ് പറയുന്നത്, ആരാധനയുടെ ഏറ്റവും മഹത്തരമായ ഇനം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്. ദുആ ആണ് ആരാധന എന്ന് പറഞ്ഞ ഹദീസ് ഏതുപോലെയാണ്? അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞതുപോലെയാണ്. അതിനർത്ഥം അറഫയിൽ നിൽക്കുന്നത്, ഹജ്ജിൻ്റെ സമയത്ത് അറഫയിൽ നിൽക്കുന്നത് ഹജ്ജിൻ്റെ ഒരു വലിയ സ്തംഭമാണ്. അതിനർത്ഥം അതും ഹജ്ജിൻ്റെ എല്ലാം എന്നല്ല, അറഫയിൽ നിന്ന ഹജ്ജ് എല്ലാം എന്നല്ല, ഹജ്ജിൻ്റെ ഒരു മഹത്തരമായ തൂണാണ് അറഫ എന്നാണ്. അതേപോലെ ആരാധനയുടെ എല്ലാം ദുആയിൽ പരിമിതമാകുന്നില്ല, എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ മഹത്തരമായൊരു ഇനമാണ് ദുആ. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദുആ ഹുവൽ ഇബാദ, ദുആ ആരാധനയാണ്. ഇത് ദുആയുടെ മഹത്വത്തെ ഉയർത്താൻ വേണ്ടിയാണ് പറഞ്ഞത്, അതിൻ്റെ സ്ഥാനം വ്യക്തമാക്കാൻ. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ തെളിവുകൾ പറഞ്ഞു ആരാധനയുടെ ഇനങ്ങളുടെ. അവയാണ് അൽ ഖൗഫ് ഭയം, അർ റജാ പ്രതീക്ഷ, അൽ തവക്കുൽ ഭരമേൽപ്പിക്കൽ, അർ റഗ്ബ ആഗ്രഹം, അർ റഹബ ഭീതി, അൽ ഖുശൂ വിനയം, അൽ ഖശ്യ ഭയം, അൽ ഇനാബ പാശ്ചാത്തപിച്ച് മടങ്ങൽ, അൽ ഇസ്തിയാന സഹായം തേടൽ, അൽ ഇസ്തിയാദ അഭയം തേടൽ, അൽ ഇസ്തിഗാസ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം തേടൽ, അദ്ദഹബ അറുക്കൽ, അന്നദർ ശബദം. പിന്നെ മറ്റിനങ്ങളുമുണ്ട് ആരാധനയ്ക്ക് അള്ളാഹു കൽപ്പിച്ചത്. ഈ ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രം ആണ്. ബാറകല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.